അഞ്ജലി, അഞ്ജലി, ദേ നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇവിടെ കിടന്ന് ബഹളം വെച്ച് ഞങ്ങൾ പോലീസിനെ വിളിക്കും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾ പോലീസിനെ വിളിക്കും അല്ലേ? നമ്മള് കാണാത്ത ഏത് പോലീസാ? അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്ക്. നമുക്കൊരു കൈ നോക്കിക്കളയാ. കുറച്ച് കാലമായി കാക്കീട്ടന്മാരോടൊന്ന് കൊരുത്തിട്ട്. നിങ്ങളോ? നിങ്ങൾ എപ്പോ വന്നു? ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ. കള്ളം. നീയാണ് ഇവറ്റകളെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത്. നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അഞ്ജലി വന്നല്ലോ, ഇനി ഞങ്ങളും അഞ്ജലിയും തമ്മിൽ ആയിക്കോളാം. തള്ളമാരെ അകത്ത് കയറി പോവാൻ നോക്ക്. മധു, മിണ്ടായിരിക്കെ. അതെ, ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ. ഇവരെന്നെ കാണാൻ വന്നതാ. അവരിപ്പങ്ങ് പൊക്കോളൂ. പിന്നെ ഇതില് നിങ്ങൾ ഇടപെടണമെന്നില്ല. ഇടപെടും. നിങ്ങളുടെ കാണലും കെട്ടിപ്പിടിക്കലും ഒക്കെ ഈ ശംഖചക്രത്തിന് പുറത്തു മതി. ഈ വീട്ടുമുറ്റത്ത് വേണ്ട. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോയില്ലാണോ ഇവിടെ നിന്ന് മനുഷ്യനെ വെറുതെ നോണം കെടുത്താനായിട്ട്? നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? തല്ലുണ്ടാക്കാനോ ചീത്തവിളിക്കാനോ ഒന്നുമല്ലല്ലോ. അഞ്ജലിയെ കാണാനല്ലേ? അഞ്ജലി, ഞങ്ങള് നിന്നെ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നീയില്ലാതെ കോളനിയിൽ ഒരു രസവും ഇല്ല. അത് പറയാൻ. നീ പോയതിനു ശേഷം മൊത്തത്തിൽ ആർക്കും ഒരു ചൊടിയും ചുണയും ഇല്ല. ഒരു തരം മരവിപ്പ് പോലെ. അപ്പൊ ഞാനാ പറഞ്ഞത് നമുക്ക് കൊച്ചുവക്കലിനെ പോയിന്ന് കാണാന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയതുപോലെയാ. കൊച്ചമ്മമാർക്കൊന്നും നമ്മളെ ബോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങളോട് ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? പറ, ഇവരെന്താ മോശമായിട്ട് സംസാരിച്ചേ?